ഹലോ സുഹൃത്തുക്കളെ, കേരള കാലാവസ്ഥ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 2024 മാർച്ച് 1 ആണ്. ഈ വീഡിയോയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ബാധിക്കുന്ന പ്രധാന കാലാവസ്ഥാ സംവിധാനങ്ങളെക്കുറിച്ചും കേരളത്തിലെ കാലാവസ്ഥാ പ്രവചനത്തെക്കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യും. ആരംഭിക്കുന്നതിനു മുമ്പ് ദിവസേനയുള്ള കാലാവസ്ഥാ അപ്ഡേറ്റുകൾക്കും കേരളത്തിനായുള്ള സൈക്ലോൺ പ്രവചനത്തിനും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന രണ്ട് പ്രധാന കാലാവസ്ഥാ സംവിധാനങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ആദ്യത്തേത് ഇന്ത്യയുടെ വടക്കൻ ഭാഗങ്ങളിൽ എത്തിയ ശക്തമായ പാശ്ചാത്യ അസ്വസ്ഥതയാണ്. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഉദ്ഭവിക്കുകയും ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ വടക്കൻ മേഖലകളിലേക്ക് ഈർപ്പമുള്ള കാറ്റും മഴയും കൊണ്ടുവരുന്നതുമായ ഒരു താഴ്ന്ന മർദ്ദ സംവിധാനമാണ് പാശ്ചാത്യ അസ്വസ്ഥ. ഈ പാശ്ചാത്യ അസ്വസ്ഥതയുടെ സ്വാധീനം മൂലം ജമ്മുകശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഡൽഹി, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്യുന്നു. ഈ സംസ്ഥാനങ്ങളിൽ തണുത്തതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഉയർന്ന ഉയരങ്ങളിൽ മഞ്ഞുവീഴ്ചയുണ്ട്. പടിഞ്ഞാറൻ അസ്വസ്ഥത കിഴക്കോട്ട് നീങ്ങുകയും അടുത്ത ഏതാനും ദിവസങ്ങളിൽ ക്രമേണ ദുർബലമാവുകയും ചെയ്യും. രണ്ടാമത്തേത് വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ഉയർന്ന മർദ്ദമേഖലയാണ്. ഇതുവായി മുങ്ങി വരണ്ടതും സ്ഥിരതയുള്ളതുമാകാൻ കാരണമാകുന്നു. ബംഗാൾ ഉൾക്കടലിലെ ഉയർന്ന മർദ്ദം വടക്കുകിഴക്കിൽ നിന്നുള്ള കാറ്റിനെ വടക്കുകിഴക്കൻ വ്യാപാരക്കാറ്റ് എന്നും വിളിക്കുന്നു. ഈ കാറ്റ് ബംഗാൾ ഉൾക്കടലിലൂടെ സഞ്ചരിച്ച് പശ്ചിമഘട്ടത്തിലെത്തുന്നു. എന്നിരുന്നാലും ഉയർന്ന മർദ്ദമുള്ള പ്രദേശത്തു നിന്നുള്ള ഈ കാറ്റിന്റെ സാന്നിധ്യത്തിൽ കാര്യമായ ഈർപ്പം ഇല്ല. ഇതിനർത്ഥം അവ കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ ഈർപ്പമോ മഴയോ നൽകുന്നില്ല എന്നാണ്. ഇനി ഈ രണ്ട് കാലാവസ്ഥാ സംവിധാനങ്ങളും കേരളത്തിലെ കാലാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. ചില സ്ഥലങ്ങളിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നതിനാൽ ഇന്ന് കേരളത്തിലെ മിക്ക ഭാഗങ്ങളിലും അതിശക്തമായ ഉഷ്ണതരംഗാവസ്ഥ അനുഭവപ്പെടും. വടക്കുകിഴക്കൻ വ്യാപാരക്കാറ്റ് വരണ്ടതും സ്ഥിരതയുള്ളതുമായതിനാൽ വായുവിലെ ഈർപ്പത്തിന്റെ അഭാവമാണ് കേരളത്തിൽ ഉഷ്ണതരംഗം ഉണ്ടാകുന്നത്. തെളിഞ്ഞ ആകാശവും തെളിഞ്ഞ സൂര്യപ്രകാശവും ഉഷ്ണതരംഗം തീവ്രമാക്കുന്നു. എന്നിരുന്നാലും കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് തെക്കൻ മധ്യമേഖലകളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഭൂപ്രകൃതി, കടൽക്കാറ്റ്, സംവഹനമേഘങ്ങൾ തുടങ്ങിയ പ്രാദേശിക ഘടകങ്ങളാണ് ഇതിന് കാരണം. ഭൂപ്രതലത്തിന്റെ ആകൃതിയും സവിശേഷതകളും ഭൂപ്രകൃതി സൂചിപ്പിക്കുന്നു. ഇത് കാറ്റിന്റെ ചലനത്തെയും ദിശയെയും ബാധിക്കും. പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. കാരണം ഭൂമി വെള്ളത്തേക്കാൾ വേഗത്തിൽ ചൂടാകുന്നു. കടൽക്കാറ്റ് തീരപ്രദേശങ്ങളിൽ കുറച്ച് ഈർപ്പവും തണുപ്പും നൽകുന്നു. ഉയർന്ന ഉയരത്തിൽ ജലത്തുള്ളികളായി ഘനീഭവിക്കുന്ന ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായു ഉയരുന്നത് മൂലം ഉണ്ടാകുന്ന മേഘങ്ങളാണ് സംവഹനമേഘങ്ങൾ. സംവഹനമേഘങ്ങൾക്ക് മഴ, ഇടിമിന്നൽ, മിന്നൽ എന്നിവ ഉണ്ടാകാം. അതിനാൽ തെക്കൻ മേഖലകളിൽ തിരുവനന്തപുരത്തും കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ ഘാട്ടമേഖലകളിലും നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. താപനില കുറയുകയും വായു കൂടുതൽ അസ്ഥിരമാകുകയും ചെയ്യുന്നതിനാൽ വൈകുന്നേരവും രാത്രിയും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചെറിയ തോതിലുള്ള മഴയോ ആയിരിക്കും. പകൽ സമയത്ത് താപനില അത്യധികം ലെവലിൽ എത്തും. തുടർന്ന് വൈകുന്നേരവും രാത്രിയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഞാൻ സൂചിപ്പിച്ച ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിന്റെ മധ്യമേഖലയിൽ പകൽ സമയത്തും താപനില ഉയർന്നതായിരിക്കും. മലപ്പുറം, തൃശൂർ ജില്ലകളിൽ പരമാവധി താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താം. വൈകുന്നേരവും രാത്രിയും തൃശൂർ, എറണാകുളം, മലപ്പുറം ജില്ലകളിലെ ചിലയിടങ്ങളിൽ മേഘാവൃതമായ ആകാശത്തിനും നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കരയിൽ രൂപപ്പെടുന്ന സംവഹനമേഘങ്ങൾ മൂലമാണ് മഴ പെയ്യാൻ സാധ്യത. രാത്രികാലങ്ങളിൽ കിഴക്ക് ദിശയിൽ നിന്നുള്ള കാറ്റ് പാലക്കാട് ജില്ലയിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശും. കിഴക്കുനിന്നുള്ള കാറ്റ് വരണ്ടതും സ്ഥിരതയുള്ളതുമാണ്. അവ കൂടുതൽ മഴ നൽകുന്നില്ല. കേരളത്തിന്റെ വടക്കൻ മേഖലയിലും താപനില ഉയർന്നതായിരിക്കും. എന്നാൽ മറ്റ് പ്രദേശങ്ങളെപ്പോലെ ഉയർന്നതല്ല. പകൽ സമയത്ത് പരമാവധി താപനില 35 ഡിഗ്രി സെൽഷ്യസിൽ എത്തും. മറ്റ് പ്രദേശങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താപനില കുറവാണ്, പക്ഷെ ഇപ്പോഴും സാധാരണ പരിധിക്ക് മുകളിലാണ്. വടക്കുകിഴക്കൻ വ്യാപാരക്കാറ്റ് പ്രബലവും വരണ്ടതുമായതിനാൽ വടക്കൻ പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയില്ല. കേരളത്തിന്റെ വടക്കൻ മേഖലയിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട് ജില്ലകൾ ഉൾപ്പെടുന്നു. എന്നിരുന്നാലും പ്രദേശത്തിന്റെ മിക്ക ഭാഗങ്ങളിലും വൈകുന്നേരവും രാത്രിയും കിഴക്കുനിന്നുള്ള കാറ്റ് വേഗത കൈവരിക്കുന്നു. പകലും രാത്രിയും മുഴുവൻ വരണ്ട കാലാവസ്ഥയായിരിക്കും. അതിനാൽ 2024 മാർച്ച് 1 കേരളത്തിലെ കാലാവസ്ഥാ പ്രവചനം ഇതാണ്. പകൽ സമയത്ത് അതിതീവ്രമായ താപനില ഉണ്ടായിരിക്കും. തുടർന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, മലപ്പുറം എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. തൃശൂർ ജില്ലകൾ. ഭൂപ്രകൃതി, കടൽക്കാറ്റ്, സംവഹനമേഘങ്ങൾ തുടങ്ങിയ പ്രാദേശിക ഘടകങ്ങളാണ് മഴയ്ക്ക് കാരണം.
മഴ കുറഞ്ഞതും മിതമായതുമായിരിക്കും, കനത്ത മഴയും ഉണ്ടാകില്ല. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ ബാധിക്കുന്ന രണ്ട് പ്രധാന കാലാവസ്ഥാ സംവിധാനങ്ങളായ പടിഞ്ഞാറൻ അസ്വസ്ഥതയും ഉയർന്ന മർദ്ദവും കാലാവസ്ഥയെ സ്വാധീനിക്കും. ഇപ്പോഴത്തേക്ക് ഇത്രമാത്രം. ബൈ. ഒപ്പം ഒരു നല്ല ദിവസം വരട്ടെ.